ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഭഗവാൻ വിഷ്ണുദേവൻ മന്ദസ്മിതം തൂകിക്കൊണ്ട് ഒരു കഥ പറയാൻ ആരംഭിച്ചു. വളരെ പണ്ട് കശ്യപ പ്രജാപതി പുത്രലാഭത്തിനായി മനഃശുദ്ധിയോടെ ഏറെക്കാലം എന്നെ ഭജിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ വളരെയധികം സന്തുഷ്ടനായ ഞാൻ അദ്ദേഹത്തിനൊരു വരം നൽകിയിട്ടുണ്ട്. ആ കശ്യപൻ ഇപ്പോൾ അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവായി ജന്മമെടുത്തിട്ടുണ്ട്. കശ്യപ പത്നിയായിരുന്ന അതിഥി കൗസല്യ എന്ന പേരിൽ ദശരഥ മഹാരാജാവിൻ്റെ പത്നീപദം അലങ്കരിക്കുന്നു. അവരുടെ മകനായി ഞാൻ ജനിക്കും. എനിക്ക് 3 സഹോദരന്മാർ ഉണ്ടാവും. ചിത് സ്വരൂപിണിയായ ശക്തിസ്വരൂപിണിയായ മായാദേവി ജനകൻ്റെ മകളായി രാവണൻ്റെ കുലം നശിപ്പിക്കാനായി അവതരിക്കും. ദേവന്മാരെല്ലാം വാനരകുലത്തിൽ ഭൂമിയിൽ ജനിക്കണം. ഭൂമിദേവിക്ക് അധിക ഭാരം കൊണ്ടുണ്ടായ വേദന ഞാൻ തീർക്കുന്നുണ്ട്. ഇങ്ങനെ അരുളി ചെയ്തുകൊണ്ട് മഹാവിഷ്ണു അന്തർധാനം ചെയ്തു. ബ്രഹ്മാവും മറ്റു ദേവീദേവന്മാരും മഹാവിഷ്ണുവിനെ നമസ്കരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. വാസുദേവനെ പരിചരിക്കാനും യുദ്ധത്തിൽ സഹായിക്കുവാനും വേണ്ടി ഭൂമിയിൽ വാനരരായി അവതരിക്കുവാൻ ദേവന്മാരോട് ബ്രഹ്മാവ് കൽപ്പിച്ചു. അതിനുശേഷം ബ്രഹ്മദേവൻ സത്യലോകത്തേക്ക് തിരിച്ചു. ദേവന്മാരെല്ലാം നാരായണനെ സഹായിക്കുവാൻ വേണ്ടി രാക്ഷസവീരന്മാരോട് പൊരുതുന്നതിനായി തീക്ഷ്ണ പരാക്രമമുള്ള വാനരവീരരായി കാട്ടിലും പർവ്വത ഗുഹകളിലും വൃക്ഷങ്ങളിലുമെല്ലാം പാർക്കുന്ന വാനരന്മാരായി ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ അവർ ശ്രീനാരായണൻ്റെ അവതാരം പ്രതീക്ഷിച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ വസിച്ചു. ഇനി നമുക്ക് പുത്രകാമേഷ്ടി യാഗത്തെക്കുറിച്ച് നോക്കാം. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ അമരകുലവര തുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ എന്നാണ് ദശരഥ മഹാരാജാവിനെ പറ്റി രാമായണത്തിൽ പറയുന്നത്. അതായത് അതിഗുണസമ്പന്നനും ധർമ്മിഷ്ഠനും ആയിരുന്നു അയോധ്യാപതിയായ ദശരഥ മഹാരാജാവ്. അദ്ദേഹം അമരകുലവര തുല്യൻ, അതായത് ഇന്ദ്രതുല്യനായിരുന്നു. പക്ഷേ കാരുണ്യവാനായ അദ്ദേഹത്തെ സന്താനമില്ലാത്തതുകൊണ്ടുള്ള ദുഃഖം വല്ലാതെ അലട്ടിയിരുന്നു. അദ്ദേഹം ഒരിക്കൽ ദുഃഖവിവശനായി തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സങ്കടം ഉണർത്തിച്ചു. അല്ലയോ മഹാമുനെ, തനിക്ക് പുത്രന്മാരില്ലാത്തതുകൊണ്ട് രാജ്യവും സമ്പത്തുമെല്ലാം വളരെ ദുഃഖകരമായിരിക്കുന്നു എന്ന് അറിഞ്ഞാലും ഇതു കേട്ടപ്പോൾ വസിഷ്ഠ മഹർഷി ചിരിച്ചുകൊണ്ട് ദശരഥനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, മനസ്സുകൊണ്ടൊട്ടും വിഷമിക്കേണ്ട. അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും. അതിനുവേണ്ടി പുത്രകാമേഷ്ടി യാഗം ചെയ്യണം. യാഗം നടത്തുവാനായി ഋഷ്യശൃംഗനെ വരുത്തണം. തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശാനുസരണം ദശരഥ മഹാരാജാവ് വിഭണ്ഡകൻ്റെ പുത്രനായ ഋഷ്യശൃംഗനെ വരുത്തി. സരയൂ നദീതീരത്ത് യാഗശാല പണിത് യാഗദീക്ഷ സ്വീകരിച്ച് അശ്വമേധയാഗം നടത്തി. അതിനുശേഷം ഋഷീശ്വരന്മാരോടൊപ്പം ഭക്തിവിശ്വാസത്തോടുകൂടി പുത്രകാമേഷ്ടി യാഗം നടത്തി. ഋഷ്യശൃംഗൻ നടത്തിയ യാഗത്താൽ ദേവന്മാർ വളരെ സന്തുഷ്ടരായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഹോമകുണ്ഡത്തിൽ നിന്നും പായസം നിറഞ്ഞ ഒരു സ്വർണ്ണപാത്രം കയ്യിലേന്തിക്കൊണ്ട് അഗ്നിദേവൻ പ്രത്യക്ഷനായി. ദേവനിർമ്മിതമായ ഈ പായസം നിനക്ക് പുത്രന്മാരുണ്ടാകാനുള്ളതാണ്. ഇത് സ്വീകരിക്കൂ എന്ന് അഗ്നിദേവൻ അരുളി ചെയ്തു. ഋഷ്യശൃംഗൻ്റെ ആജ്ഞ അനുസരിച്ച് പായസം സ്വീകരിച്ചിട്ട് താപസന്മാർക്ക് ദക്ഷിണ സമർപ്പിച്ച് മഹാരാജാവ് നമസ്കരിച്ചു. ആ പായസത്തിൻ്റെ പകുതി കൗസല്യാദേവിക്കും ബാക്കി പകുതി കൈകേയിക്കുമായി ദശരഥൻ നൽകി. അന്നേരം സുമിത്രാദേവിക്ക് തൻ്റെ പായസത്തിൻ്റെ പകുതി കൗസല്യാദേവി പകുത്തു നൽകി. ഇത് കണ്ട കൈകേയി തൻ്റെ പായസത്തിൽ നിന്നും പകുതി സുമിത്രാദേവിക്കു നൽകി. ഇതു കണ്ട് ദശരഥ മഹാരാജാവ് വളരെ സന്തുഷ്ടനായി. അങ്ങനെ 3 രാജ്ഞിമാരും ഗർഭവതികളായി.
അപ്പോൾ ദശരഥ മഹാരാജാവ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയൊക്കെ വരുത്തി ഗർഭരക്ഷയ്ക്കുള്ള ജപഹോമാദി കർമ്മങ്ങളെല്ലാം ചെയ്തു. രാജ്ഞിമാരുടെ തേജസ് നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. ബ്രാഹ്മണർക്ക് ദാനാദി കർമ്മങ്ങൾ ചെയ്തിട്ട് ദശരഥൻ രാജ്ഞിമാർക്ക് പുംസവനം, സീമന്തം എന്നീ ചടങ്ങുകളും വിധിയാവണ്ണം നടത്തിച്ചു. ഹരി ഓം.